ഹൈസ്കൂളിൽ നിന്ന് കോൾ വന്നപ്പോൾ, ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ നിന്ന് കോൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വാർഷികമുണ്ട്, അപ്പോൾ വിഷ്ണു ഒരു പാട്ട് പാടാൻ വരണം എന്നുള്ളത് കോളാവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നേരെ തിരിച്ചായിരുന്നു, ഇവിടെ പരിപാടി ഉണ്ട്, വിഷ്ണു എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പേര് സ്പോൺസർഷിപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. തൊട്ട കോള് ദീപക് മാഷിന്റെ ആയിരുന്നു. ദീപക് മാഷിന്റെ കോള് വന്നപ്പോൾ ഞാൻ സത്യമായിട്ട് പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങൾ വാർഷികമുണ്ട്, അപ്പോൾ തന്റെ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും സ്പോൺസർഷിപ്പ് വേണമെന്ന് പറയുന്നതാണ് കരുതൽ. പക്ഷെ അത് നേരെ തിരിച്ചായി. ഞാൻ മാഷോട് പറഞ്ഞു, മാഷെ സത്യം പറയും, ഞാൻ തന്നെയാണോ? വിഷ്ണു തന്നെയാണ്. എന്താ വിഷ്ണുവിനെ എന്നൊരു ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, മാഷെ ഞാൻ വേണം, ഇത്രയും ആളുകളൊക്കെ ഉള്ള നാട്ടില്. അപ്പൊ അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ദീപക് മാഷ് ഉറപ്പിച്ച് പറഞ്ഞു വിഷ്ണു തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എന്റെ കണ്ണെന്ന് നിറഞ്ഞു. സത്യസന്ധമായിട്ട് പറയാം, കണ്ണെന്ന് നിറഞ്ഞു. കാരണം നാട്ടിൽ കിട്ടുന്ന അംഗീകാരം ഒരു കലാകാരൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. മറ്റെവിടെ നിന്ന് കിട്ടുന്ന പോലെയല്ല നാട്ടിൽ, സ്വന്തം നാട്ടിൽ കിട്ടുക. അതും ഞാൻ ഈ സ്കൂളിലത്തെ വിദ്യാർത്ഥി അല്ല, ഞാനൊരു പൂർവ്വ വിദ്യാർത്ഥി അല്ല. പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ എന്നെ ഏറ്റവും അടുത്തായിട്ട് എല്ലാ തരത്തിലും, അതെന്റെ പഠന പ്രവർത്തനങ്ങളിലായാലും, അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന ചെറിയ ചെറിയ സേവനങ്ങളിലായാലും, അല്ലെങ്കിൽ എന്റെ കലാഫീൽഡിലായാലും, എല്ലാ മേഖലയിലും ഇവിടുത്തെ അധ്യാപകർ എനിക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട്. അത് ഇവിടുത്തെ റിട്ടയർ ചെയ്ത രഞ്ജിനി ടീച്ചർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ, ചന്ദ്രി ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും എനിക്ക് തരുന്നൊരു സപ്പോർട്ടുണ്ട്.